Video is for educational purposes only. All demonstrations are performed in a controlled environment. We do not promote or support illegal actions of any kind. ഹലോ ഹാക്കേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ വൾണറബിൾ ആയിട്ടുള്ള സെർവേഴ്സ് അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള മെഷീൻസ് എങ്ങനെ റൺ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ ബബ്സൂഡിന്റെ വീഡിയോ ബേസിക്സ് കാര്യങ്ങളെല്ലാം ചെക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ആ വീഡിയോസ് ചെക്ക്ഔട്ട് ചെയ്യാൻ ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം. ദെൻ അത് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം, അധികം താമസിക്കേണ്ട. സോ ഇവിടെ നമുക്ക് പറയാനുള്ള കോൺസെപ്റ്റ് ഡോക്കർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, ഒരു തിയറി പാർട്ട് മാത്രമേ ഉള്ളൂ. ദെൻ നമ്മൾ ഡയറക്റ്റ് ഇൻസ്റ്റാളേഷൻ ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോരോ വൾണറബിലിറ്റീസ് ആയിട്ട് നോക്കും, അത് എക്സിക്യൂട്ട് ചെയ്യും. പാരലലി നമ്മൾ വേറെ കണ്ടന്റ്സ് ഇടുന്നുണ്ടാവും. സോ എല്ലാം തന്നെ ചെക്ക്ഔട്ട് ചെയ്യുക. താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റിലെ തന്നെ നമുക്ക് എന്താണ് ജസ്റ്റ് ഡോക്കർ എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഫുൾ വീഡിയോയിലോട്ട് പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നറൈസേഷൻ പ്ലാറ്റ്ഫോം ആണ്. കണ്ടെയ്നറൈസേഷൻ മീൻസ് നമ്മൾ നേരത്തെ വിർച്വലൈസേഷൻ പറഞ്ഞല്ലോ, അതുപോലെ ഒരു ഹോസ്റ്റ് മെഷീൻ്റെ അകത്ത് പല പല OSകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് തിങ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റാൾ ചെയ്ത് റൺ ചെയ്യുന്നതിനെയാണ് കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത്. ബട്ട് വിർച്വലൈസേഷനും കണ്ടെയ്നേഴ്സും ഡിഫറൻ്റ് ആണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട്, ഇത്ര കാര്യം മാത്രം മനസ്സിലാക്കുക. വിർച്വലൈസേഷൻ പോലെ തന്നെ ഉള്ളൊരു സെയിം യൂസ് കേസ് വരുന്ന ഒരു സെറ്റപ്പ് ആണ് ഇതെന്ന് പറയുന്നത് ഡോക്കേഴ്സ് എന്ന് പറയുന്നത്. ഡോക്കർ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആണ്, മെമ്മറി ഒക്കെ വളരെ കുറച്ച് യൂസ് ചെയ്യത്തുള്ളൂ. ആൻഡ് ഓൾസോ കോൺഫിഗറേഷൻസ് ഒക്കെ കുറച്ച് ഈസി ടു ഡു ആണ്. അധികം കോൺഫിഗറേഷൻസ് ഒന്നും ഇല്ല, ജസ്റ്റ് നിങ്ങൾ പുൾ ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സോ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറ്റ് എ ടൈം തന്നെ പല പല കണ്ടെയ്നേഴ്സ് റൺ ചെയ്യാൻ പറ്റും ആസ് ലൈക്ക് വിർച്വൽ മെഷീൻസ്. ബട്ട് വിർച്വൽ മെഷീൻസിനെ ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഡിഫറൻസിനെ പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. സോ കൺസിഡർ ഇവിടെ നിങ്ങൾക്ക് ഒരു കണ്ടെയ്നർ വൺ, ഇവിടെ ഒരു ലിനക്സ് റൺ ചെയ്യുന്നു, ഇവിടെ ഒരു കാളി മെഷീൻ റൺ ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്ന നമ്മുടെ അറ്റാക്കിംഗ് മെഷീനാണ്, വിച്ച് ഈസ് കോൾഡ് ഒവാസ്പ് ജ്യൂസ് ഷോപ്പ്. ഒവാസ്പിന്റെ ജ്യൂസ് ഷോപ്പ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വൾണറബിൾ മെഷീനാണ്. ഒവാസ്പ് നിങ്ങൾക്ക് അറിയായിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു വേറെ തന്നെ വീഡിയോ ചെയ്യാം. സോ എനിവേ നമുക്കിപ്പോൾ എന്തായാലും കണ്ടന്റിലേക്ക് പോകാം. ഇത്ര കാര്യം മാത്രം മനസ്സിലാക്കുക. ഡോക്കർ എന്ന് പറയുന്ന ഒരു കണ്ടെയ്നറൈസേഷൻ പ്ലാറ്റ്ഫോം ആണ്. നമുക്ക് ഇതിന്റെ അകത്ത് ഗിറ്റ് ഒക്കെ പോലെ തന്നെ ഈസി ടു യൂസ് ആണ്. കമാൻഡ് ലൈനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഓരോരുത്തർ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് നേരെ മെഷീൻ്റെ അകത്തേക്ക് പോകാം. ഓക്കെ, മെഷീൻ ബൂട്ടാവട്ടെ. ആ ടൈമിൽ നമുക്ക് ജസ്റ്റ് എന്താണ് ഒവാസ്പിന്റെ ജ്യൂസ് ഷോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. സോ പ്രൈമറിലി ഇതെന്ന് പറയുന്നത് ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരുപാട് തിങ്സ് ഉള്ള, ലൈക്ക് ഇപ്പം SQL ഇഞ്ചക്ഷൻ ആൻഡ് ഒരുപാട് വൾണറബിലിറ്റീസ് ഉണ്ട്. ഒവാസ്പിനെ പറ്റി പറയുന്നത് ഒവാസ്പിന്റെ ടോപ്പ് 10 നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെ വരുന്ന ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് ഒവാസ്പ് ജ്യൂസ് ഷോപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ടെസ്റ്റ് ചെയ്ത് പഠിക്കാം. ദെൻ ഇതിൻ്റെ അകത്ത് ഫ്ലാഗ് സബ്മിറ്റ് ചെയ്ത് ചലഞ്ചസ് സോൾവ് ചെയ്യാം. ലൈക്ക് ഒരു CTF പോലെ. CTF എന്നാൽ നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് CTF നോക്കിക്കഴിഞ്ഞാൽ CTF എക്സ്റ്റൻഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മളിവിടെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ബ്രോക്കൺ ആക്സസ് കൺട്രോൾ ഉണ്ട്, ബ്രോക്കൺ ആന്റി ഓട്ടോമേഷൻ ഉണ്ട്, ബ്രോക്കൺ ഒതന്റിക്കേഷൻ ഉണ്ട്. ഇതിലെല്ലാം നമ്മൾ നോക്കില്ല, നമ്മൾ കുറച്ച് ഈസി ആയിട്ടുള്ള ബേസിക്സ് ആയിട്ടുള്ള സാധനങ്ങൾ നോക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഇത് എല്ലാം തന്നെ യൂസ് ചെയ്ത് നോക്കാൻ ഞാനിവിടെ ഇൻസ്റ്റാളേഷൻ പറഞ്ഞു തരുന്നുള്ളത് കൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലേൺ ചെയ്യാവുന്നേ ഉള്ളൂ. സോ പ്രൈമറിലി നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് നോക്കാം. സോ അതിനായിട്ട് നിങ്ങൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻസ്റ്റാളേഷൻ ഫ്രം സോഴ്സും ഉണ്ട്, ഫ്രം ഡോക്കർ ഇമേജ് ഉണ്ട്. നമ്മൾ ഡോക്കർ ഇമേജ് യൂസ് ചെയ്യാൻ പോകുന്നത് വിച്ച് ഈസ് വെരി ഈസി. ഞാൻ ഈ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൻ്റെ അത് ഈ ഡോക്കർ ഇമേജ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലൊരു പേജ് ഓപ്പൺ ആയി വരും. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഇതണക്ക് ഒരു ഇൻസ്റ്റാളേഷൻ പാർട്ടൊക്കെ കാണാനായിട്ട് വരും, നമ്മുടെ ഗിറ്റ്ഹബിന്റെ അകത്തൊക്കെ പറയുന്ന പോലെ. സോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഡോക്കറിന്റെ ഇമേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡോക്കർ ബിൽഡ് ചെയ്തേക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റണം, ഡൗൺലോഡ് ചെയ്യാനായിട്ട് വേണം. അതിനായിട്ട് ജസ്റ്റ് ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇവിടെ ഉള്ളത്, ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ടിരുന്നാൽ മതി. ദെൻ നമ്മുടെ മെഷീൻ ഇപ്പം ഓൺ ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ലോഗിൻ ചെയ്യാം. സോ പ്രൈമറിലി നമുക്കിപ്പോൾ ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്യണം. ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഓർ ഞാൻ എന്തെങ്കിലും ഫയലിലേക്ക് കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതിയാവും. എൻ്റർ അടിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഡോക്കർ റൺ ഹലോ വേൾഡ് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇവിടെ ഇതിനൊക്കെ ഇൻസ്റ്റാളേഷൻ എല്ലാം കഴിഞ്ഞ് ഹലോ ഫ്രം ഡോക്കർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ എന്നാണ് അതിനർത്ഥം. സോ ഇനി നമുക്ക് ജ്യൂസ് ഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതാണ് നമ്മൾ കോപ്പി ചെയ്യേണ്ട സാധനം. ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കളി മെഷീനിലേക്ക് വരിക. സോ ഇവിടെ ഇപ്പം ജ്യൂസ് ഷോപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് ഇതാണ്, ഡോക്കർ റൺ -d ജ്യൂസ് ഷോപ്പ്. പോർട്ടാണ് ഈ പറയുന്നത് 3000. ദെൻ അതിന്റെ നെയിം, ഇത് റണ്ണിങ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു കമാൻഡ് ഉണ്ട്, ഡോക്കർ PS എന്ന് പറയും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ID, ദെൻ കാര്യങ്ങളെല്ലാം കിട്ടും. ഇതിപ്പം 3000 റൺ ആവുന്നതെന്ന് മനസ്സിലായി. സോ നമ്മളിനിപ്പോൾ ചെയ്യാനായിട്ടുള്ളത് ഇതിന്റെ ലോക്കൽ ഹോസ്റ്റിലേക്ക് പോകാന്നുള്ളതാണ്. സോ ജസ്റ്റ് ബ്രൗസറിലേക്ക് വരിക, ലോക്കൽ ഹോസ്റ്റ് 3000 ലോഡാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒവാസ് ജ്യൂസ് ഷോപ്പ് എന്ന് കാണാനായിട്ട് പറ്റും. ദെൻ ഇതിൻ്റെ അകത്ത് ബാക്കി ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് തൊട്ട് നോക്കാം. സോ ഗൈസ്, സോഫാർ നമുക്ക് ഇത്രയും തന്നെ മതിയാവും ഇന്നത്തെ വീഡിയോയിൽ. കാര്യം ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇൻ ഡീറ്റെയിൽ നെക്സ്റ്റ് വീഡിയോസിനകത്ത് പറയും. കാര്യം ഇതിൻ്റെ അകത്ത് ഓരോ ജ്യൂസ് ഷോപ്പിലും നമുക്ക്
ഓരോരോ രീതിയിലുള്ള വൾണറബിലിറ്റീസ് ആയിരിക്കും. സോ നമ്മളത് ഓരോന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യണം. ആസ് എൻ എഡ്യൂക്കേഷണൽ പെർസ്പെക്റ്റീവ് ഞാനത് പറഞ്ഞു തരും. ലൈക്ക് SQL ഇഞ്ചക്ഷൻ വിത്ത് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവും. സോ ബബ്സ്യൂട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക, ഇതും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. എന്തെങ്കിലും എറോസോ കാര്യങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഡൗൺ ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരും. ദെൻ ഈ പറഞ്ഞ കമാൻഡ്സ് എല്ലാം കൂടി ഒരു ഫയലിൻ്റെ അകത്താക്കി ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ആയിട്ട് കൊടുത്തേക്കാം. നമുക്കിനി വെബ് കോൺസെപ്റ്റ്സിൻ്റെ അകത്ത് കാണാം. സോ റെഡി ആയിട്ടിരിക്കുക ലേൺ ചെയ്യാൻ. ഓക്കെ, ഒരു കാര്യം കൂടി ഉണ്ട്, മസ്റ്റ് ആയിട്ടൊരു നോട്ട്ബുക്കും കൈ കരുതുക. കാര്യം ഞാൻ ഈ പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചർ നമ്മൾ CTF കാര്യങ്ങൾ ചെയ്യുമ്പോഴായാലും ഇൻ ഫ്യൂച്ചർ നമ്മളെ കണ്ടന്റിൻ്റെ അകത്തായാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകത്തേ ഉള്ളൂ. ഇപ്പം ഞാൻ അഡ്വാൻസ് ആയിട്ട് പഠിപ്പിക്കുന്ന സാധനം. സോ മസ്റ്റ് ആയിട്ട് നിങ്ങളൊരു നോട്ട്ബുക്ക് കരുതുക, നിങ്ങളൊരു നോട്ട് കീപ്പിംഗ് അല്ലെങ്കിൽ ഒരു ജേർണൽ കയ്യിൽ കരുതിയേക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ സൈബർ സെക്യൂരിറ്റി എന്തൂസിയാസ്റ്റ്. വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, വളരെ സ്ട്രോങ് ആയിട്ട് വീഡിയോസ് കാണുക. താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോസിലേക്ക് കാണാം.